നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് മെയിൻസ് എക്സാമിനേഷൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അപ്പോൾ ഈ ഒരു കമ്മീഷൻ്റെ മറ്റൊരു പേരാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 1948 ഈ ഒരു കമ്മീഷൻ നിലവിൽ വന്നത്. ഇവർ 2 വോളിയമായിട്ട് ഇവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് വോളിയത്തിൽ ഈ കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് ആണ് പറയുന്നത്. സെക്കൻഡ് വോളിയത്തിൽ അവർ ഡേറ്റ യൂസ് ചെയ്തതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവർ യൂസ് ചെയ്ത ഡേറ്റ എന്ന് പറഞ്ഞാൽ അവർ ക്വസ്റ്റനെയർ പ്രിപ്പയർ ചെയ്തു, ഒരുപാട് ആളുകളിൽ എത്തിച്ചു, 600 തിരിച്ചു വന്നു, ഒരുപാട് യൂണിവേഴ്സിറ്റീസിൽ പോയി കോളേജസ് ടീച്ചേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്യുന്നു, സ്റ്റാഫിനെ മീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നു. അങ്ങനെ അവർ ഉണ്ടാക്കിയെടുത്ത റെക്കമെൻഡേഷൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് നോക്കേണ്ടത്. റെക്കമെൻഡേഷൻസ് നമ്മൾ 4 എണ്ണം ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 4 റെക്കമെൻഡേഷൻസ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എയിംസ് ഓഫ് ദിസ് കമ്മീഷനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു, ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രക്ചർ ഓഫ് ടീച്ചിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞിരുന്നു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകും സ്ട്രക്ചർ ഓഫ് ടീച്ചിങ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഈ 4 റെക്കമെൻഡേഷനെ പറ്റിയിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത റെക്കമെൻഡേഷൻസ് ആണ്. 5ാമത്തേത് റിലീജിയസ് എഡ്യൂക്കേഷൻ. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളതൊന്നും നിങ്ങൾ നോക്കണ്ട, ബോർഡിലെ ലെറ്റർ ചെറുതാണെന്നോ അല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ലെന്നൊന്നും പറയണ്ട. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പോയിന്റ്സ് എഴുതിയെടുത്താൽ മാത്രം മതി. ഓക്കെ, ഇത്രയും ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് ചെറുതായി എഴുതി കൊണ്ടുവരാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, കാരണം നമുക്ക് ഒത്തിരി സമയം എടുക്കും. അപ്പം ഞാനിവിടെ പോയിന്റ്സ് എഴുതണമല്ല, ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കത് ഫുൾ എഴുതണ്ട, നിങ്ങളുടേതായ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു പോയിന്റ്, ഒരു കീവേഡ് എഴുതി വെച്ചാൽ മതി. ആ കീവേഡ് വെച്ച് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ ആ കാര്യം പഠിച്ചു മനസ്സിലാവുള്ളൂ നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് അടുത്തതിലോട്ട് നോക്കാം. റിലീജിയസ് എഡ്യൂക്കേഷൻ. റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മതപരമായ വിദ്യാഭ്യാസം എന്നുള്ളതാണല്ലോ. റെസ്പെക്ട് ഓഫ് റിലീജിയൻ. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷൻ ഈ ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ ആണ് റെസ്പെക്ട് ഓഫ് റിലീജിയൻ. മതങ്ങളെ എന്താ പറയുക, റെസ്പെക്ട് ചെയ്യുക, അവരെ ആദരിക്കുക, മതങ്ങളെ ആദരിക്കുക. ഫോർമേഷൻ ഓഫ് സെക്യുലർ സ്റ്റേറ്റ്. ഇന്ത്യ നമുക്കറിയാം ഒരു സെക്യുലർ കൺട്രി എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്ന, റെസ്പെക്ട് കൊടുക്കുന്ന ഒരു സെക്യുലർ സ്റ്റേറ്റിൻ്റെ ഒരു ഫോർമേഷൻ ഈ എഡ്യൂക്കേഷൻ്റെ ഭാഗമാകുക. അതുപോലെ ഫ്രീഡം ഓഫ് സോഷ്യൽ പ്രാക്ടീസ് അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ രീതിയിലുള്ള പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഫ്രീഡം ഇതിൽ പറയുന്നുണ്ട്. ഓൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് വർക്ക് വിത്ത് എ ഫ്യൂ മിനിറ്റ്സ് ഫോർ സൈലന്റ് മെഡിറ്റേഷൻ. എല്ലാ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കുറച്ച് മിനിറ്റ്സിൻ്റെ ഒരു സൈലന്റ് മെഡിറ്റേഷനോടുകൂടി സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു കാര്യം ഇതിൽ പറയുന്നുണ്ട്. ദെൻ ഗ്രേറ്റ് റിലീജിയസ് ലീഡേഴ്സ് ലൈക്ക് ബുദ്ധ, കൺഫ്യൂഷ്യസ്, സോറാസ്ട്രിയർ, സോക്രട്ടീസ്, ജീസസ്, സോംകാര, രാമാനുജ, മാധവ, മുഹമ്മദ്, കബീർ, ഗുരുനാനക്, ഗാന്ധിജി ഷുഡ് ബി കോട്ട് ഇൻ ദ ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ്. ഇപ്പം എന്താ പറഞ്ഞത്? റിലീജിയസ് എഡ്യൂക്കേഷനിൽ മതപരമായ കാര്യങ്ങൾ, ഒരു സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലൂടെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരണം. അപ്പം എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു ഫ്യൂ മിനിറ്റ്സിൻ്റെ ഒരു സൈലന്റ് മെഡിറ്റേഷനോട് ശേഷം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ഗ്രേറ്റ് റിലീജിയസ് ലീഡേഴ്സായ ബുദ്ധൻ മാത്രമല്ല, സൗരാഷ്ട്രിയർ, കൺഫ്യൂഷ്യസ്, മഹാത്മാഗാന്ധി, ഗുരുനാനക്, കബീർ, സോക്രട്ടീസ്, സോങ്കാര, മാധവ, മുഹമ്മദ്, ഇവരുടെ എല്ലാവരുടെയും പ്രിൻസിപ്പൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിൽ കൊണ്ടുവരിക. അങ്ങനെയുള്ള ഒരു റിലീജിയസ് എഡ്യൂക്കേഷൻ ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് ഇവർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇപ്പം ഇവിടെ നിങ്ങൾ എന്താ നോട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? എല്ലാ മതങ്ങളെയും ഈക്വലി ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. എല്ലാ മതങ്ങളെയും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം. അതേപോലെ ഫ്യൂ മിനിറ്റ്സ് ഒരു സൈലന്റ് മെഡിറ്റേഷനോട് കൂടിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യം. പിന്നെ ഈ പ്രധാനപ്പെട്ട ഗ്രേറ്റ് റിലീജിയസ് ലീഡേഴ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ് കൊണ്ടുവരിക. ആരൊക്കെ? ഗാന്ധിജിയുണ്ട്, ബുദ്ധനുണ്ട്, കൺഫ്യൂഷ്യസ് ഉണ്ട്, സോറാസ്ട്രിയർ ഉണ്ട്, പിന്നെ നമ്മുടെ ഗുരുനാനക് ഉണ്ട്, കബീർ ഉണ്ട്, മുഹമ്മദ് ഉണ്ട്, മാധവ, സോങ്കാര, ജീസസ്, എല്ലാവരുടെയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിൽ വരിക. സിമ്പിൾ അല്ലേ? നമുക്കിനി ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അടുത്തത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. മറ്റു റെക്കമെൻഡേഷനാണ് ഏത് മീഡിയത്തിലായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ് ഓർ ഇറ്റ് ഷുഡ് ബി ഇൻ ഹിന്ദി. എന്താണ് ഇവർ പറയുന്നത് നമുക്ക് നോക്കാം. ഇന്റർനാഷണൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജി ബി അഡോപ്റ്റഡ് ആൻഡ് അസിമിലേറ്റഡ്. ഇതിനകത്ത് ഇന്റർനാഷണൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജി കൊണ്ടുവരണം. ഇന്റർനാഷണൽ നിലവാരമുള്ളത്, സയന്റിഫിക് ശാസ്ത്രീയമായതും അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള ടെർമിനോളജി ഇവിടെ കൊണ്ടുവരുന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്ന ടെർമിനോളജി ഇന്റർനാഷണൽ ലെവലിലാണ്, സയന്റിഫിക് അല്ലേ, ടെക്നിക്കൽ ടെർമിനോളജീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇവരും പറയുന്നു ഇന്റർനാഷണൽ
സയൻറ്റിഫിക്, ടെക്നിക്കൽ. അപ്പോൾ ഈ 3 വേർഡ്സ് നിങ്ങൾ നോട്ട് ചെയ്തെടുത്താൽ മതി. അവർ പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞൊരു കാര്യം, ഇന്റർനാഷണൽ ടെക്നിക്കൽ സയൻറ്റിഫിക് ടെർമിനോളജി അഡോപ്റ്റ് ചെയ്യണം. ഇനിയോ സ്പെല്ലിംഗ് ഷുഡ് ബി ഫിക്സ്ഡ് ആസ് പെർ അവർ ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് ഇന്ത്യൻ സ്ക്രിപ്റ്റ്സ്. സ്പെല്ലിങ്സ് എല്ലാം എങ്ങനെയായിരിക്കണം അത് ഫിക്സ് ചെയ്യേണ്ടത്? നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജും ഇന്ത്യൻ സ്ക്രിപ്റ്റിൻ്റെയും ബേസിലായിരിക്കണം സ്പെല്ലിങ്സ് എല്ലാം ഫിക്സ് ചെയ്യേണ്ടതെന്ന് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഈ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? സ്പെല്ലിംഗ് ഷുഡ് ബി ഫിക്സ്ഡ് ആസ് പെർ ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് ഇന്ത്യൻ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു. ഇനി മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജ്, നോട്ട് സാൻസ്ക്രിറ്റ് വൈറ്റൽ ഡിഫിക്കൽട്ടീസ്. മെയിൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നമ്മുടെ ആ ഒരു ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആ ഒരു ഭാഷ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജ്. ഒരു ഫോറിൻ ലാംഗ്വേജിലല്ല പഠിപ്പിക്കട്ടെ, ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജിൽ പഠിപ്പിക്കണം എന്നാണ് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി സാൻസ്കൃത് എന്നും പറയുന്നുണ്ട്. ഇതിന് വൈറ്റൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉണ്ട് സാൻസ്കൃത് എല്ലാവരും പഠിപ്പിക്കാനായിട്ട്. സോ സാൻസ്കൃത് അല്ലാതെ ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് വെച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളത് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അപ്പം ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ആസ് പെർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഇൻ ഇംഗ്ലീഷ്. ശരിയാണോ തെറ്റാണോ? ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഇവരെന്താ പറഞ്ഞിട്ടുള്ളത്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജ്. അപ്പോൾ അവർ ചോദിക്കാം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ എനി ഇന്ത്യൻ ലാംഗ്വേജ് ഇൻക്ലൂഡിംഗ് സാൻസ്ക്രിറ്റ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അത് റോങ് ആണ്. ഇറ്റ് ഷുഡ് നോട്ട് ഇൻക്ലൂഡ് സാൻസ്ക്രിറ്റ് എന്ന് പറയുന്നുണ്ട് ബിക്കോസ് ഓഫ് ഇറ്റ്സ് വൈറ്റൽ ഡിഫിക്കൽട്ടീസ്. അപ്പോൾ ലാംഗ്വേജ് എന്താണ്? മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജ് എക്സെപ്റ്റ് സാൻസ്ക്രിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പീപ്പിൾ അറ്റ് ഹയർ സെക്കൻഡറി ആൻഡ് യൂണിവേഴ്സിറ്റി കൺവേഴ്സൻ വിത്ത് 3 ലാംഗ്വേജസ്, റീജിയണൽ, ഫെഡറൽ ആൻഡ് ഇംഗ്ലീഷ്. ഇനി എന്താ പറഞ്ഞത്? യൂണിവേഴ്സിറ്റി തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും പഠിക്കുന്ന കുട്ടികൾക്ക് 3 ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഏതൊക്കെയാണ് 3 ലാംഗ്വേജ്? ഒന്ന് റീജിയണൽ ലാംഗ്വേജ്, നമ്മുടെ മലയാളം, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് റീജിയണൽ ലാംഗ്വേജ്. പിന്നെ ഫെഡറൽ ലാംഗ്വേജ്, നമ്മുടെ ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്. അപ്പോൾ ഒരു ഫെഡറൽ ലാംഗ്വേജ് ഉണ്ട് ഇന്ത്യക്ക്. അപ്പോൾ ആ രീതിയിൽ ഹിന്ദി, ദെൻ ഇംഗ്ലീഷ്, ഈ 3 ലാംഗ്വേജും അല്ലേ? ഓഫ് കോഴ്സ് ഇപ്പോൾ നമ്മൾ അതാണ് 3 ലാംഗ്വേജസ് നമ്മളൊക്കെ പഠിക്കുന്നത്. ബിക്കോസ് ഇംഗ്ലീഷ് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണ്, യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. എല്ലാവരും ഇംഗ്ലീഷ് ഒരുമാതിരി എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് ഹിന്ദി നമ്മുടെ സിലബസിലെല്ലാം സ്കൂൾ സിലബസിലെല്ലാം ഹിന്ദി ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ 3 ലാംഗ്വേജ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലും ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. ഏതൊക്കെയാണ്? റീജിയണൽ ലാംഗ്വേജ്, ഫെഡറൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ. വേണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം, ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് റീജിയണൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ആണ് അല്ലെങ്കിൽ ഫെഡറൽ ലാംഗ്വേജ് ആൻഡ് ഇംഗ്ലീഷ് ആണ് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം റീജിയണൽ ലാംഗ്വേജ്, ഫെഡറൽ ലാംഗ്വേജും ഇംഗ്ലീഷ്. ഹയർ എഡ്യൂക്കേഷൻ ഇംപാർട്ടഡ് ത്രൂ റീജിയണൽ ലാംഗ്വേജ്, ഓപ്ഷൻ നാഷണൽ ലാംഗ്വേജ് ഫോർ സം ഓർ ഓൾ സബ്ജക്ട്സ്. അതായത് ഹയർ എഡ്യൂക്കേഷൻ റീജിയണൽ ലാംഗ്വേജിൽ പോട്ടെ, ഹയർ എഡ്യൂക്കേഷൻ റീജിയണൽ ലാംഗ്വേജിൽ പോട്ടെ, ബട്ട് അവിടെ എന്തുകൂടെ യൂസ് ചെയ്യാം? നാഷണൽ ലാംഗ്വേജ് യൂസ് ചെയ്യാം, സം ഓർ ഓൾ സബ്ജക്റ്റ്. ചില സബ്ജക്റ്റിന് ഇപ്പോൾ നാഷണൽ ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് അവർക്ക് ചൂസ് ചെയ്യാം. അല്ല എല്ലാ സബ്ജക്റ്റിനും നാഷണൽ ലാംഗ്വേജ് പോകണമെങ്കിൽ അങ്ങനെയും ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ കൊണ്ടുവരാനായിട്ട് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇംഗ്ലീഷ് ഷുഡ് ബി സ്റ്റഡീസ് ഇൻ സ്കൂൾ യൂണിവേഴ്സിറ്റീസ് ടു എൻഹാൻസ് നോളജ്. ഇംഗ്ലീഷും പഠിപ്പിക്കുക, സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലും ഇംഗ്ലീഷും പഠിപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ടല്ല ഇംഗ്ലീഷിന് പറഞ്ഞത്. ഇവർ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റി തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും റീജിയണൽ ലാംഗ്വേജും ഫെഡറൽ ലാംഗ്വേജും ഇംഗ്ലീഷും കുട്ടികൾ പഠിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞു. അതോടൊപ്പം തന്നെ പറയുന്നത് സ്കൂൾ തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് കൊണ്ടുവരുന്ന എന്താണ്? ടു എൻഹാൻസ് നോളജ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ അനുസരിച്ചിട്ട് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഏതാണ്? അപ്പോൾ അവർ പറഞ്ഞത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്റർനാഷണൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജീസ് അഡോപ്റ്റ് ചെയ്യണം. ടെർമിനോളജി ഇന്റർനാഷണൽ ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ടെർമിനോളജി അഡോപ്റ്റ് ചെയ്യണം. സ്പെല്ലിങ്സ് ഇന്ത്യൻ ലാംഗ്വേജിലായിരിക്കണം, ഇന്ത്യൻ സ്ക്രിപ്റ്റിലായിരിക്കണം. യൂണിവേഴ്സിറ്റി തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും 3 ലാംഗ്വേജാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷും പിന്നെ ഫെഡറൽ ലാംഗ്വേജും പിന്നെ റീജിയണൽ ലാംഗ്വേജും. പിന്നെ സ്കൂൾ തലത്തിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് ടു എൻഹാൻസ് നോളജ് എന്നുള്ളതാണ്. പിന്നെ ഹയർ എഡ്യൂക്കേഷന് അവർക്ക് റീജിയണൽ ലാംഗ്വേജിൽ പോട്ടെ, അവർക്ക് ഇംഗ്ലീഷ് വേണമെങ്കിൽ അവർക്ക് ഓപ്റ്റ് ചെയ്യാം സം ഓർ ഓൾ സബ്ജക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഇൻ റീപ്ലേസ്ഡ് ബൈ എനി ഇന്ത്യൻ ലാംഗ്വേജ് എക്സെപ്റ്റ് സാൻസ്ക്രിത്. വളരെ ഇമ്പോർട്ടൻറ്റ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജ് നോട്ട് സാൻസ്ക്രിത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് വൈറ്റൽ ഡിഫിക്കൽട്ടീസ്. ഓക്കെ. ഇനി ഇവരുടെ 7ാമത്തെ റെക്കമെൻഡേഷൻ എക്സാമിനേഷൻസിനെ പറ്റിയിട്ടാണ്. എക്സാമിനേഷനെ പറ്റി കമ്മീഷൻ എന്താ പറഞ്ഞില്ലേ നമുക്ക് നോക്കാം. സൈക്കോളജിക്കൽ ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ടു ബി യൂസ്ഡ് ആഫ്റ്റർ ഹയർ സെക്കൻഡറി ഫോർ ഫൈനൽ ടെസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് 12 years of schooling.
അതായത് ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട്, അതായത് 12 വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ ഇവർക്ക് എക്സാം നടത്തണം. എന്ത് എക്സാം ആണ്? സൈക്കോളജിക്കൽ ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. സൈക്കോളജിക്കൽ ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ് ഇത് രണ്ടും ഇവർക്ക് പഠിപ്പിക്കുക. സൈക്കോളജിക്കൽ ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഓക്കെ, ഇത് ആഫ്റ്റർ ഹയർ സെക്കൻഡറി ആണ്. അല്ലെങ്കിൽ ഇവരൊരു ഫൈനൽ ടെസ്റ്റ് ആയിട്ട് 12 ഇയേഴ്സിൻ്റെ എൻഡിൽ നടത്തുന്ന രീതിയിൽ. ഏതൊക്കെയാണ്? സൈക്കോളജിക്കൽ ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. നോർമൽ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഇവർ എത്ര പഠിച്ചു എന്നുള്ളതിൽ ഇവരുടെ ഒരു അച്ചീവ്മെന്റ് അറിയാനും പിന്നെ ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റും കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദിസ് ആൻഡ് അതർ റെലവെന്റ് ഇൻഫർമേഷൻ സെർവ് ആസ് ബേസിസ് ഓഫ് അഡ്മിഷൻ എക്സാം ടു ദ ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സ്. എന്നിട്ട് ഈ ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഈ ഒരു റിസൾട്ടും മറ്റ് റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനും ആയിരിക്കണം ഇനി അങ്ങോട്ട് ഇവരുടെ ഹയർ ലെവലിൽ 12 വർഷം കഴിഞ്ഞിട്ട് ഇവർ ഡിഗ്രിക്ക് പോകുമ്പോൾ ആ ഡിഗ്രിയുടെ അഡ്മിഷൻ്റെ ബേസ് ആയിട്ട് എടുക്കേണ്ടത് ഈ ഒരു ടെസ്റ്റിൻ്റെ ആ ഒരു ഡേറ്റയും അതുപോലെ അതർ റെലവെന്റ് ഇൻഫർമേഷനും ആയിരിക്കണം അടുത്ത ഡിഗ്രി കോഴ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഇയർ ഡിഗ്രി കോഴ്സിൻ്റെ യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോഴുള്ള ബേസ് ഈ ഒരു റിസൾട്ട് ആയിരിക്കണം എന്നാണ് ഈ കമ്മീഷൻ പറഞ്ഞത്. The American Council or Education Cooperative Psychological and General Achievement Test would serve as a model. എന്നിട്ട് ഇത് മോഡലായിട്ട് ഇവർ ചൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഇവർക്ക് നടത്തുന്ന ടെസ്റ്റ് എന്ത് മോഡലായിരിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് അമേരിക്കൻ കൗൺസിൽ ഓർ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ജനറൽ അച്ചീവ്മെന്റ് ടെസ്റ്റ്. ഇവർ പറഞ്ഞിട്ടുള്ളത് അമേരിക്കൻ കൗൺസിൽ ഓർ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ജനറൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് വുഡ് സെർവ് എസ് എ മോഡൽ. അപ്പോൾ ഈ ടെസ്റ്റിനൊരു മോഡൽ അവർ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അമേരിക്കൻ കൗൺസിൽ മോഡൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ജനറൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ഉണ്ട്. എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ജനറൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ അമേരിക്കൻ കൗൺസിൽ മോഡൽ ടെസ്റ്റ് ഇവർക്കൊരു എന്താ ഈ ഒരു മോഡലായിട്ട് എടുക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് എക്സാമിനെ പറ്റിയിട്ട് ഇവർ പറഞ്ഞു, ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത് 12 വർഷം കഴിയുമ്പോൾ നടത്തേണ്ട എക്സാമിനേഷൻ. എങ്ങനെയുള്ള എക്സാമിനേഷനാണ്? ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റും സൈക്കോളജിക്കൽ ടെസ്റ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ റെഫർ ചെയ്യൂ, അമേരിക്കൻ കൗൺസിൽ എക്സാം നോക്കൂ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ജനറൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ബേസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്ന കമ്മീഷൻ പറഞ്ഞു. എക്സാമിനേഴ്സ് ഷുഡ് ബി സെലക്ടഡ് വിത്ത് ഗ്രേറ്റ് കെയർ. വളരെ ഗ്രേറ്റ് കെയർ ആയിട്ട് വേണം എക്സാമിനേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട്. നോ വൺ ഷുഡ് സെർവ് ആസ് ആൻ എക്സാമിനർ ഇൻ എ സബ്ജക്ട് വിച്ച് ഹി ഹാസ് നോട്ട് ടോട്ട് ഫോർ അറ്റ്ലീസ്റ്റ് 5 years. ഒരു സബ്ജക്റ്റ് 5 വർഷത്തിൽ മിനിമം 5 വർഷം പഠിപ്പിച്ച ഒരാളായിരിക്കണം. അതിൽ കുറഞ്ഞ അതായത് 5 വർഷം ഒരു സബ്ജക്റ്റ് മിനിമം പഠിപ്പിക്കാത്ത ഒരാളെ ഒരു എക്സാമിനർ ആയിട്ട് ചൂസ് ചെയ്യാൻ പാടില്ല എന്ന്. അപ്പോൾ എക്സാമിനർക്കും ഇവർ കണ്ടീഷൻ പറഞ്ഞു, എക്സാമിനർ ഷുഡ് ബി സെലക്ടഡ് വിത്ത് ഗ്രേറ്റ് കെയർ. നോ വൺ ഷുഡ് സെർവ് ആസ് ആൻ എക്സാമിനർ is in a subject which he has not taught for at least 5 years. അയാൾ മിനിമം 5 വർഷം പഠിപ്പിക്കാത്ത ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ മിനിമം 5 വർഷത്തിൽ കുറയാതെ ആ സബ്ജക്റ്റിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അയാൾ എടുക്കാൻ പാടില്ല. അപ്പോൾ എക്സാമിനർ അറ്റ്ലീസ്റ്റ് 5 വർഷമെങ്കിലും ആ സബ്ജക്റ്റ് പഠിപ്പിച്ചിട്ടുള്ള ഒരാളായിരിക്കണം എന്ന് ഈ കമ്മീഷൻ പറഞ്ഞു, എക്സാമിനർ. ഓക്കെ, ഇനി ഫസ്റ്റ് ക്ലാസ് 70%, സെക്കൻഡ് ക്ലാസ് 55 to 69% ആൻഡ് തേർഡ് ക്ലാസ് അറ്റ്ലീസ്റ്റ് 40% എന്നിവർ പെർസെൻറ്റേജും പറഞ്ഞു റിസൾട്ടിന്. ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ 70% ആയിരിക്കണം. ഇപ്പം നമ്മുടെ സിസ്റ്റം ഇതൊന്നും അല്ല. അപ്പം നിങ്ങൾ എപ്പോഴും മൈൻഡിൽ വെക്കണം, നമ്മൾ ഈ പറയുന്നതല്ല രാധാകൃഷ്ണൻ കമ്മീഷന്റെ റെക്കമെൻഡേഷനാണ്, നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യമല്ല, അത് മറക്കരുത്. ഫസ്റ്റ് ക്ലാസ് 70% ആണ് ഇവർ റെക്കമെൻഡ് ചെയ്തത്. സെക്കൻഡ് ക്ലാസ് 55 തൊട്ട് 69 വരെ, 55 to 69%, 55 തൊട്ട് 69 വരെ സെക്കൻഡ് ക്ലാസ്, 70 മുകളിലോട്ട് 70 പ്ലസ് വരുന്നത് ഫസ്റ്റ് ക്ലാസ്, 55 തൊട്ട് 69 വരേക്ക് സെക്കൻഡ് ക്ലാസ്. പിന്നെ തേർഡ് ക്ലാസ് ഏതാണ് മിനിമം 40% കിട്ടുന്നവർക്ക് തേർഡ് ക്ലാസ്. ആ രീതിയിലായിരിക്കണം ഒരു റിസൾട്ട് ഇവർ പറഞ്ഞത്. ദെൻ വൈവാവോസ് എക്സാം ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഫോർ PG ആൻഡ് പ്രൊഫഷണൽ ഡിഗ്രി. ഈ വൈവ നടത്തുമല്ലോ നമ്മുടെ പ്രൊഫഷണൽ കോഴ്സ് എഞ്ചിനീയറിംഗ് കഴിയുമ്പം വൈവ ഉണ്ടായിരിക്കും. അത് ആ 4 വർഷം പഠിച്ച സബ്ജക്റ്റിൻ്റെ ബേസിൽ ടീച്ചേഴ്സ് ഓറലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് വൈവ പറയുന്നത്. പല കോഴ്സിനും ഉണ്ടല്ലോ അല്ലെ വൈവ ഉണ്ട്, നമ്മളോട് ഓറൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ലാബ് എക്സാം ഒക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ വിളിച്ചിട്ട് ആ ലാബ് എക്സാമിൻ്റെ കുറച്ച് മാർക്ക് വൈവയ്ക്കായിരിക്കും. ടീച്ചേഴ്സ് അടുത്തെടുത്തിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും, എന്നിട്ട് വൈവയ്ക്ക് ഇത്ര മാർക്ക് ഉണ്ടാവും. അപ്പോൾ ആ ഒരു വൈവ ആ ഒരു സംഭവം എവിടെയായിരിക്കണം? ഓൺലി ഫോർ PG ആൻഡ് പ്രൊഫഷണൽ കോഴ്സ്. PGക്കും പ്രൊഫഷണൽ കോഴ്സിന് മാത്രം മതി എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് എക്സാമിനേഷനെ പറ്റി കൊടുത്ത റെക്കമെൻഡേഷൻ? എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് മെയിൻലി ടെസ്റ്റ് എന്ന് പറഞ്ഞ് 12 ഇയേഴ്സ് കഴിയുമ്പോൾ സൈക്കോളജിക്കൽ ആൻഡ് അച്ചീവ്മെന്റ് ടെസ്റ്റ്. അതിന് മോഡലായിട്ട് എടുക്കേണ്ടത് അമേരിക്കൻ കൗൺസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൈക്കോളജിക്കൽ ആൻഡ് ജനറൽ അച്ചീവ്മെന്റ് ടെസ്റ്റ് ആയിരിക്കണം. പിന്നെ എക്സാമിനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ആ ഒരു സബ്ജക്റ്റിൽ 5 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കണം, വളരെ കെയർ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഈ ഒരു എക്സാമിനേഷൻ റിസൾട്ടും അതർ റിലവൻറ്റ് ഇൻഫർമേഷനും വെച്ചിട്ടായിരിക്കണം ഡിഗ്രി അഡ്മിഷനിലോട്ട് പോകുന്നത്.
പിന്നെ ഫസ്റ്റ് ക്ലാസ്സിന് 70% മാർക്ക്, 55 to 69 സെക്കൻഡ് ക്ലാസ്, മിനിമം 40% തേർഡ് ക്ലാസ്. വൈവ കണ്ടക്ട് ചെയ്യേണ്ടത് PG ലെവലിലും പ്രൊഫഷണൽ കോഴ്സിനുമാണ്. അപ്പോൾ 3 റെക്കമെൻഡേഷൻ നമ്മളിപ്പോൾ കണ്ടത്. റിലീജിയസ് എഡ്യൂക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മതപരമായ കാര്യങ്ങൾ, സെക്യുലർ ആയിട്ടുള്ള ഒരു സോഷ്യൽ പ്രാക്ടീസ്, സെക്യുലർ സ്റ്റേറ്റ്, പിന്നെ എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒരു സൈലൻറ്റ് പ്രെയർ ഫ്യൂ മിനിറ്റ്സിന് ബിഫോർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പിന്നെ ഗ്രേറ്റ് ലീഡേഴ്സിനെ പറ്റിയിട്ടെല്ലാം ഫസ്റ്റ് ഇയർ ഡിഗ്രിയിൽ പഠിപ്പിക്കുക, റിലീജിയസ് ലീഡേഴ്സിനെ. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു സജസ്റ്റ് ചെയ്യുന്ന റീജിയണൽ നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ് ആണ്, സംസ്കൃത് ഇല്ല. പിന്നെ ഹയർ സെക്കൻഡറി ലെവലിലും ഡിഗ്രി ലെവലിലും ഒക്കെ റീജിയണൽ ലാംഗ്വേജും ഫെഡറൽ ലാംഗ്വേജും ഇംഗ്ലീഷും. പിന്നെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഇവർക്ക് റീജിയണൽ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ വേണമെങ്കിൽ ഇവർക്ക് നമ്മുടെ ഇന്ത്യൻ ലാംഗ്വേജ്, നമ്മുടെ നാഷണൽ ലാംഗ്വേജ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചില സബ്ജക്റ്റിനാണെങ്കിൽ എല്ലാ സബ്ജക്റ്റിനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇംഗ്ലീഷ് സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലും കൊണ്ടുവരുന്നത് ടു എൻഹാൻസ് നോളജ് എന്നുള്ള രീതിയിലായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ്. സ്പെല്ലിങ് അതുപോലെ ഇന്ത്യൻ ലാംഗ്വേജിലും ഇന്ത്യൻ സ്ക്രിപ്റ്റിലും, ടെർമിനോളജി ഇന്റർനാഷണൽ, അതുപോലെ ടെക്നിക്കൽ ആൻഡ് സയൻറ്റിഫിക് ടെർമിനോളജീസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിട്ട് എക്സാമിനേഷനെ പറ്റി നമ്മൾ പറഞ്ഞു. എക്സാമിനേഷൻ റിസൾട്ട് 70% ഫസ്റ്റ് ക്ലാസ്, 55 to 69 സെക്കൻഡ് ക്ലാസ്, അറ്റ്ലീസ്റ്റ് 40% തേർഡ് ക്ലാസ്. വൈവ PG ലെവലിലും പിന്നെ പ്രൊഫഷണൽ ഡിഗ്രിയിലും മതി. സൈക്കോളജിക്കൽ ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ് കണ്ടക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ബേസ്ഡ് ആണ് ഡിഗ്രി അഡ്മിഷൻ. അമേരിക്കൻ കൗൺസിൽ എഡ്യൂക്കേഷൻ കോപ്പറേറ്റീവ് സൈക്കോളജിക്കൽ ജനറൽ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആയിരിക്കണം അതിൻ്റെ ഒരു മോഡൽ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് റെക്കമെൻഡേഷൻ, സ്റ്റുഡൻസ് ദെയർ ആക്ടിവിറ്റീസ് ആൻഡ് വെൽഫെയർ. സ്റ്റുഡൻസിൻ്റെ ആക്ടിവിറ്റീസ് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്. ടീച്ചിങ് സ്റ്റാഫിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, ടീച്ചേഴ്സിൻ്റെ സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കണം, അവരുടെ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ വെൽഫെയർ ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടും ഇതിൽ പറയുന്നുണ്ട്. അഡ്മിഷൻ ഇറ്റ് ഷുഡ് ബി ഓൺ മെറിറ്റ് ബേസ്ഡ്. എപ്പോഴും മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം അഡ്മിഷൻ നടക്കേണ്ടത്. സ്കോളർഷിപ്പ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ട് മെറിറ്റ് നോക്കി വേണം സ്റ്റുഡൻസിന് അഡ്മിഷൻ കൊടുക്കാനായിട്ട് യൂണിവേഴ്സിറ്റീസിലാണ്. ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ, അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ അതുപോലെ അവർക്ക് വേണ്ട ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കണം എന്ന് പറയുന്നു. ദെൻ ന്യൂട്രീഷൻ ഓർ പ്രോപ്പർ ഫുഡ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ന്യൂട്രീഷൻ ഓർ പ്രോപ്പർ ഫുഡ്. ഡയറ്ററി ഡെഫിഷ്യൻസീസ് ഷുഡ് ബി ട്രീറ്റഡ്. സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡയറ്ററി ഡെഫിഷ്യൻസി, എന്തെങ്കിലും അപര്യാപ്തതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ട്രീറ്റ് ചെയ്യണം. അവരുടെ ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കണം. അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, പ്രോപ്പർ ഫുഡ് കൊടുക്കണം. മീൽസ് ആർ റീസണബിൾ പ്രൈസിലായിരിക്കണം അവർക്ക് ഫുഡ് കൊടുക്കേണ്ടത്, മീൽസ് കൊടുക്കേണ്ടത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. NCC ഉണ്ടായിരിക്കണം. സോഷ്യൽ സർവീസസ് ചെയ്യിപ്പിക്കുക. ഹോസ്റ്റൽ ആൻഡ് റെസിഡൻസ് സർവീസസ് കൊടുക്കണം. ദെൻ യൂണിവേഴ്സിറ്റി യൂണിയൻസ് വേണം, ബട്ട് ഇറ്റ് ഷുഡ് ബി ഫ്രീ ആസ് പോസിബിൾ ഫ്രം പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ മുൻനിർത്തി അല്ലാത്ത അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയൻ വേണം. ഇതൊക്കെ നമ്മുടെ ഒരു നോർമൽ കോളേജിൽ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം കൊടുക്കണം എന്ന് ഈ ഒരു കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട, ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പറയാൻ പറ്റും അല്ലേ. എന്തൊക്കെയാണ് അവർ പറഞ്ഞ്, അഡ്മിഷൻ മെറിറ്റ് ബേസ്ഡ് ആയിരിക്കണം. സ്കോളർഷിപ്പ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തിട്ട് അവർ അഡ്മിഷൻ എടുക്കണം. പിന്നെ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കൊടുക്കണം, മെഡിക്കൽ എക്സാം വേണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കൊടുക്കണം, പ്രോപ്പർ ഫുഡ് കൊടുക്കണം. എന്തെങ്കിലും ഡയറ്ററി ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ ഷുഡ് ബി ട്രീറ്റഡ് എന്ന് പറഞ്ഞു. ഒരു മീൽസ് റീസണബിൾ പ്രൈസിലായിരിക്കണം. NCC വേണം, സോഷ്യൽ സർവീസ് വേണം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വേണം. ഇത്രയ്ക്കല്ലേ പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ വേണം. പിന്നെ ഹോസ്റ്റൽ സർവീസ്, റെസിഡൻസ് സർവീസ് കൊടുക്കണം. കോളേജ് യൂണിയൻ പോലെ അല്ലെ, യൂണിവേഴ്സിറ്റി യൂണിയൻ വേണം. യൂണിയനിൽ അവർക്ക് എന്ത് വേണം, യൂണിയൻ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, ഒരു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഫ്രീ ആയിട്ടുള്ള യൂണിയൻ അവർക്ക് വേണം. ഹോസ്റ്റൽ സർവീസ്, ഇത്രയും കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. ഇതൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ട. നമുക്ക് ഇത് ഉണ്ടോ ഇല്ലയോ ഇന്ന കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടോ അത്രേ അറിഞ്ഞാൽ മതി. ഇനി വുമൻസ് എഡ്യൂക്കേഷൻ ഈ ഒരു കമ്മീഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. യെസ്, കൊടുത്തിരുന്നു. വുമൺ ആർ ബീങ് അഡ്മിറ്റഡ് ഇൻ ഇൻക്രീസിങ് നമ്പേഴ്സ്. കൂടുതൽ നമ്പർ കൂടി വരണം, സ്ത്രീകൾക്ക് അഡ്മിഷൻ കൊടുക്കണമെന്ന് രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞു. നോ ഡിസ്ക്രിമിനേഷൻ, ഇത്ര ആൺകുട്ടികളെ എടുക്കാം, ഇത്ര പെൺകുട്ടികളെ പറ്റുള്ളൂ, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇന്റലിജന്റ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ് കൊടുക്കണം. വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഗൈഡൻസ് കൊടുക്കണം. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കണം. കോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഇപ്പം സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തന്നെ ഭാഗമാണ് ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. സ്ത്രീകളുടെ എണ്ണം കൂട്ടി കൊണ്ടുവരണം. സ്ത്രീകൾക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇന്റലിജന്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഗൈഡൻസ് കൊടുക്കണം. കോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം, പരസ്പരം സഹകരണത്തോടെ വർത്തിക്കുന്ന രീതിയിൽ. പിന്നെ സെയിം സാലറി കൊടുക്കണം വുമൺ ടീച്ചേഴ്സിന് ഈക്വാലിറ്റി കാണിക്കണം. സാലറി കൊടുക്കുന്ന രീതിയിലും ഈക്വൽ പേ ഫോർ
ഈക്വൽ പേ ഫോർ മെൻ ആൻഡ് വുമൺ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും പറയുന്നുണ്ട്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് അല്ലെ, മെൻ ആൻഡ് വുമൺ എന്ന് പറയേണ്ടത് ഏത് ആർട്ടിക്കിൾ അത് പറയണമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് പാർട്ടിൽ ഏത് ആർട്ടിക്കിളിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം കൊടുക്കണം എന്ന് പറയുന്നതെന്ന് ഈ ക്ലാസ് കേൾക്കുന്നവർ കമൻറ്റ് ചെയ്യണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വിമൺ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് ഈ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തത്. എന്തൊക്കെയാണ് പറഞ്ഞ, സ്ത്രീകളുടെ എണ്ണം കൂടുതൽ വേണം, സ്ത്രീകളെയും പുരുഷന്മാരുടെയും ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല, ഇൻ്റലിജൻറ്റ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യണം, സ്ത്രീകളെ അവർക്ക് പുരുഷന്മാരുടെ അതേ സാലറി കൊടുക്കണം, കോഓപ്പറേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. ഇനി 10ാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൺട്രോൾ. ഇനി അവർ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൺട്രോൾ എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ബി പ്ലേസ്ഡ് ഓൺ ദ കൺകറന്റ് ലിസ്റ്റ്. ഇപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയിലെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, യൂണിയൻ ലിസ്റ്റിലാണോ കൺട്രോൾ ലിസ്റ്റിലാണോ വരണമെന്ന് ചോദിച്ചാൽ കൺട്രോൾ ലിസ്റ്റിലാണ് വരുന്നത്. കൺട്രോൾ ലിസ്റ്റിലോട്ട് മാറ്റിയായിരുന്നു അല്ലെ, എഡ്യൂക്കേഷൻ കൺട്രോൾ ലിസ്റ്റിലാണ് വരേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൺട്രോൾ ലിസ്റ്റിൽ വരണമെന്ന് ഈ കമ്മീഷൻ പറഞ്ഞു. UGC ടു ബി എക്സ്പെർട്ട് ബോഡി ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ്റെ എക്സ്പെർട്ട് ബോഡി ആരായിരിക്കണം? യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അഥവാ UGC ആയിരിക്കണം ഹയർ എഡ്യൂക്കേഷൻ്റെ ഒരു എക്സ്പെർട്ട് ബോഡി. ആൻഡ് ഫോർ ഗ്രാൻഡ്സ് ഓൾസോ. ഫോർ പ്രൈവറ്റ് കോളേജസ് ബി റെക്കഗ്നൈസ്ഡ് ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിറ്റി ചെക്ക്. ഏതെങ്കിലും പ്രൈവറ്റ് കോളേജസ് വരുമ്പോൾ അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കാണ്ട് അവരെ ക്വാളിറ്റി ചെക്ക് നോക്കിയിട്ട് അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കാവുള്ളൂ ഈ ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഒന്ന് അവർ പറഞ്ഞത് എന്താണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കൺകറന്റ് ലിസ്റ്റിലാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വരേണ്ടതെന്ന് പറഞ്ഞു. കൺകറന്റ് ലിസ്റ്റിൽ വരണം. അതുപോലെ തന്നെ ഇവരുടെ എക്സ്പെർട്ട് ബോഡി എന്ന് പറഞ്ഞത് ആരായിരിക്കണം? UGC ആയിരിക്കണം. ഈ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ഫോർ ഗ്രാൻഡ്സിന് അതിൻ്റെ എക്സ്പെർട്ട് ബോഡി ആരായിരിക്കണം? UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആയിരിക്കണം. പ്രൈവറ്റ് കോളേജസ് ആണെങ്കിൽ അവിടെ മസ്റ്റായിട്ട് ക്വാളിറ്റി ചെക്ക് വേണം എന്നുള്ളത് ആര് പറഞ്ഞു? ഈ കമ്മീഷൻ പറഞ്ഞു. ഇനി ലാസ്റ്റത്തെ ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ്, അതിനെപ്പറ്റി എന്താ പറഞ്ഞേ? ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ്. പുതിയ യൂണിവേഴ്സിറ്റീസ് വിശ്വഭാരതി, ശാന്തിനികേതനിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, ദെൻ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, ഡൽഹിക്ക് അടുത്ത് ജാമിയ നഗറിലെ ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി, രണ്ട് ന്യൂ യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ദീസ് ടു ബി ഗിവൺ പ്രൊവിഷണൽ ചാർട്ടേഴ്സ്, പുതിയ യൂണിവേഴ്സിറ്റീസ് ആയിട്ട്. ആൻഡ് ദേ ഗിവൺ സ്യൂട്ടബിൾ ക്യാപിറ്റൽ ആൻഡ് റിക്കറിംഗ് ഗ്രാൻഡ്സ്. പുതിയ 2 യൂണിവേഴ്സിറ്റീസ് ഇവർ ഈ കമ്മീഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതാണ്? 2 പുതിയ യൂണിവേഴ്സിറ്റീസ്. ഒന്ന് നമ്മുടെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ശാന്തിനികേതനിൽ, മറ്റൊന്ന് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി നിയർ ഡൽഹി ജാമിയ നഗറിലാണ് 2 ന്യൂ യൂണിവേഴ്സിറ്റീസ് ഇവരുടെ റെക്കമെൻഡേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞത് ഇൻ ദ ന്യൂ യൂണിവേഴ്സിറ്റീസ് ഫ്രീഡം ടു ബി ഗിവൺ ഫോർ എക്സ്പെരിമെന്റ്സ് ഇൻ എഡ്യൂക്കേഷൻ മെത്തേഡ്സ്. ഈ പുതിയ യൂണിവേഴ്സിറ്റീസിലൊക്കെ അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കുക, എക്സ്പെരിമെന്റൽ എഡ്യൂക്കേഷൻ മെത്തേഡ്സ് ചെയ്യാൻ വേണ്ടി അവരുടേതായ രീതിയിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഡ്യൂക്കേഷൻ മെത്തേഡ്സ് കൊണ്ടുവരാനുള്ള ഒരു ഫ്രീഡം പുതിയ യൂണിവേഴ്സിറ്റീസിന് കൊടുക്കണം എന്ന് പറഞ്ഞു. സ്പെഷ്യൽ അറ്റൻഷൻ ഷുഡ് ബി പെയ്ഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ റൂറൽ ഏരിയാസ്. അതുപോലെ റൂറൽ ഏരിയാസിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നും ഈ കമ്മീഷൻ പറഞ്ഞു. പ്രോപ്പർ ഗ്രാൻഡ്സ് ആൻഡ് പ്രോപ്പർ ഫണ്ട് ലൊക്കേഷൻ ഫോർ ദ ന്യൂ യൂണിവേഴ്സിറ്റീസ്. പുതിയ യൂണിവേഴ്സിറ്റീസിന് പ്രോപ്പറായിട്ട് ഗ്രാൻഡ്സും അതുപോലെ ഫണ്ടൊക്കെ അലോക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയയിൽ പുതിയ യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരണം, അവിടെ അവരുടേതായ ഡെവലപ്മെന്റ്സ് എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണം. പുതിയ യൂണിവേഴ്സിറ്റീസിന് അവരുടെ ഒരു എക്സ്പെരിമെന്റൽ എഡ്യൂക്കേഷൻ മെത്തേഡ്സ് ചെയ്യാനായിട്ടുള്ള സിറ്റുവേഷൻ കൊടുക്കണം, അവർക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം, അവർക്ക് ഗ്രാൻഡ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. 2 ന്യൂ യൂണിവേഴ്സിറ്റീസ് ഇവർ മെൻഷൻ ചെയ്തത് ജാമിയ മിലിയ യൂണിവേഴ്സിറ്റി ഡൽഹിയുടെ അടുത്ത്, അതുപോലെ തന്നെ വിശ്വഭാരതി ശാന്തിനികേതനിലെ വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഒന്ന് എയിംസ് ആണ്. ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി നമ്മൾ ഇന്നലെ കണ്ടു. ടീച്ചിങ് സ്റ്റാഫ് ഓരോ ലെവലിലുള്ള ടീച്ചിങ് സ്റ്റാഫ് അവരുടെ സാലറി ഇൻക്രിമെൻറ്റ് കൊടുക്കുക, പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ ഒരു സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഇന്ന് കണ്ട റിലീജിയസ് എഡ്യൂക്കേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റുഡൻസ് വെൽഫെയർ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, വുമൻസ് എഡ്യൂക്കേഷൻ, പിന്നെ ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൺട്രോൾ, ഇതെല്ലാമാണ് മേജർ റെക്കമെൻഡേഷൻസ്. ഇപ്പോൾ മേജർ റെക്കമെൻഡേഷൻ ഇതൊക്കെയാണ്. എയിംസ് അല്ലേ, പിന്നെ ടീച്ചിങ് സ്റ്റാഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രക്ചർ ഓഫ് എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, റിലീജിയസ് എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞു, എക്സാമിനേഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, ദെൻ സ്റ്റുഡൻസ് ദെയർ വെൽഫെയർ ആക്ടിവിറ്റീസ്, വുമൻസ് എഡ്യൂക്കേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കൺട്രോൾ, ന്യൂ യൂണിവേഴ്സിറ്റീസ് ആൻഡ് റൂറൽ യൂണിവേഴ്സിറ്റീസ്, ഒക്കെയാണ് ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോന്നിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കാര്യം ജസ്റ്റ് 2 തവണ ഒന്ന് റീഡ് ചെയ്യുക, നമുക്ക് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് ചോദിച്ച് ആൻസർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഓക്കെ,
അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം, എവറി യൂണിവേഴ്സിറ്റീസ് ഷുഡ് ഹാവ് എ മിനിമം നമ്പർ ഓഫ് റിസർച്ച് ഫോളോവേഴ്സ്. ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം, എല്ലാ യൂണിവേഴ്സിറ്റിയിലും എവറി യൂണിവേഴ്സിറ്റി ഷുഡ് ഹാവ് കുറച്ച് നമ്പേഴ്സ് ഓഫ് റിസർച്ച് ഫെലോഷിപ്സ് വേണം റിസർച്ചിനെ എൻകറേജ് ചെയ്യാനായിട്ട്. റിസർച്ച് നടത്തണം, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണം. ഫിനാൻസ് എവിടെ നിന്ന് കൊടുക്കണം യൂണിവേഴ്സിറ്റിക്ക്, ആര് കൊടുക്കണം? UGC ആയിരിക്കണം അല്ലേ? UGCനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള പോലെ ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ സ്റ്റുഡൻസിന് വേണ്ട വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യണം. ടീച്ചിങ് സ്റ്റാഫിന് വേണ്ട കാര്യങ്ങളെല്ലാം, അവരുടെ പ്രൊമോഷൻ, അവരുടെ ലെവൽ, അവരുടെ സാലറി ഇൻക്രിമെൻറ്റ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൊക്കേഷണൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, ഹയർ സെക്കൻഡറിയിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഇവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, കോഴ്സിൻ്റെ സ്ട്രക്ചർ അല്ലേ, റിലീജിയസ് എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ്, ഈവൻ യൂണിവേഴ്സിറ്റി യൂണിയൻ, കോളേജ് യൂണിയൻ, അത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ ഉള്ള ഒരു യൂണിയനെ പറ്റിയിട്ട്, പിന്നെ സ്റ്റുഡൻസിന് വേണ്ട ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, എല്ലാ കാര്യങ്ങളെയും പറ്റി ഇവർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്നും സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്നും എല്ലാം ഇവർ ഇൻ്റർവ്യൂ ചെയ്ത് ഇവർക്ക് കിട്ടിയ സജഷൻസിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ, ക്വസ്റ്റ്യനേഴ്സിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഇവർ തയ്യാറാക്കി കൊടുത്ത 2 വോളിയത്തിൽ ഒരു വോളിയമാണ് ഈ റെക്കമെൻഡേഷൻസ്. അപ്പോൾ അത് അത്രയ്ക്ക് ഉണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കൊച്ചു ക്യാപ്സ്യൂളാക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് അതർ സോഴ്സസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതും കൂടെ ചേർത്ത് പഠിക്കാം. നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിനപ്പുറത്തേക്കൊന്നും ഒരുപാട് ചോദിക്കുന്നത് വിചാരിക്കണില്ല. നമ്മൾ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ റെക്കമെൻഡേഷനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ സോഴ്സസ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ, അവരുടെ റെക്കമെൻഡേഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് നമ്മളിപ്പോൾ ഈ 2 പാർട്ടിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. ഓക്കെ, നമ്മുടെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ അപ്കമിങ് ആയിട്ടുള്ള അടുത്ത LDC, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള സെക്രട്ടറി പോസ്റ്റ്, KS എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ലോങ് ടേം കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. Monday to Friday മോർണിംഗ് 1 hour ക്ലാസ്സാണ്. നമ്മൾ ഓരോ ടോപ്പിക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ച് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് ഒരു ജേർണി ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ജേർണിയിൽ PSC എക്സാം ഗൈഡിൻ്റെ കൂടെ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളൊരു ന്യൂ കമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത വർഷം ആകുമ്പോഴേക്കും നിങ്ങൾ അത്യാവശ്യം സിലബസ് കവർ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോയാൽ മതി ഏത് എക്സാമിനേഷനും. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പർ വഴി എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് വീണ്ടും കാണാം. നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നവരേക്കും